ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പുറത്ത് നല്ല അടിപൊളി മഴ കേട്ടോ, നല്ല ഇടിയോട് കൂടിയ മഴയാണ്. അപ്പോൾ നമ്മുടെ ചൂടിനൊക്കെ അത്യാവശ്യം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് പുറത്ത് നല്ല മഴ ആയിരിക്കുമ്പോൾ വൈകിട്ടൊക്കെ നമുക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ ഇതുപോലത്തെ ഒരു എണ്ണക്കടികൾ കഴിക്കാൻ ഒട്ടുമിക്ക പേർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐറ്റം, നല്ല സോഫ്റ്റുമാണ്, നല്ല പഞ്ഞി പോലത്തെ സൂപ്പറായിട്ടുള്ളൊരു ഐറ്റം കൂടെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ നമുക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂടിനൊക്കെ ഒരു തീരുമാനമായില്ലേ. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ നല്ല പോലെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഇടിയോട് കൂടിയ മഴ കേട്ടോ. നമ്മളവിടെയൊക്കെ ഒരാഴ്ചയുടെ മീതായി സ്ഥിരമായിട്ട് നല്ല മഴയാണ്, ഒരു വിട്ടൊഴിവുമില്ലാത്ത മഴ. അപ്പോൾ പുറത്ത് നല്ല തണുപ്പ് ഉള്ള സമയമാകുമ്പോൾ നമുക്ക് വൈകിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ നല്ല ചൂടായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക്, അതും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2 മുട്ട എടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ മുട്ട രണ്ടും ഒരു ബൗളിലേക്ക് നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 4 വരക്കെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 തന്നെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇനി നമുക്കിതൊരു വിസ്ക് വെച്ചിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര നിങ്ങൾക്ക് പൊടിച്ചും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലൊന്ന്, ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിസ്ക് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായി വന്നോളും. അതിനോടൊപ്പം തന്നെ ഒരല്പം ഉപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പോലെ ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം ഏലക്ക പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മതി. നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ചേർക്കുന്നുണ്ട്. ക്യുമിൻ സീഡ് ഒന്ന് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിത് ചേർത്തിട്ട് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ. നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു 1/4 കപ്പ് റവ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മൈദ ഞാൻ കുറേശ്ശെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് നോക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുമിച്ച് അങ്ങോട്ട് എടുക്കണ്ട, കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ ചേർക്കാം. നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ലൈറ്റ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരല്പം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കുറച്ച് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടും ചേർത്തിട്ടില്ല കേട്ടോ. നമുക്ക് നോക്കിയിട്ട്
ചേർക്കാം. നമ്മുടെ റവയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് വരണം. നമ്മൾ മുഴുവനായിട്ടുള്ള ആ ഒരു കപ്പ് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മൾ ഈ ഒരു ടെക്സ്ചറിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു പലഹാരം ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇനി ഞാനിതാ നമ്മുടെ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ 4 തവിയുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ അപ്പം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ കുഴിയുള്ള വലുപ്പത്തിലുള്ളതാട്ടോ. ഇത് നമ്മൾ ദോശമാവൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ളതാണ്. അതേപോലത്തെ തന്നെ കുറച്ച് പരന്നിട്ടുള്ളതാണിതും. അപ്പം നമുക്ക് ഈ ഒരു ലെവലിൽ മാത്രമാണ് നമ്മളിന്നിവിടെ അപ്പം റെഡിയാക്കി എടുക്കുന്നത്. കണ്ടില്ല? കുറച്ച് കുഴി കൂടുതലുള്ളതാട്ടോ. അപ്പം നമുക്കിത് ഈ ഒരു തവി വെച്ചിട്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതേപോലെ ഈ 2 തവി നമ്മൾ ഒന്ന് ചൂടാവും വിധത്തിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു തവി ഒന്ന് ചൂടായി വരട്ടെ. ഇതാ നമ്മുടെ തവിയൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തത് നമുക്കിതേപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കറക്റ്റൊന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിതേപോലെ തവി വെച്ച് കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ചൂട് എണ്ണ നമ്മുടെ ഈ ഒരു അപ്പത്തിൻ്റെ മീതക്ക് വരുമ്പോൾ നല്ല പോലെ അങ്ങ് പൊന്തി വന്നോളൂ. കണ്ടില്ലേ? നമ്മുടെ ആ ഒരു കയ്യിലിൻ്റെ മീതൊക്കെ അങ്ങനെ വന്നോളൂ. ഇതേപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. തവിയിൽ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. നമ്മളതിനാണ് തവി നല്ല പോലെ ചൂടാക്കി എടുക്കുന്നത്. ഇതേപോലെ നമുക്കൊന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ വിട്ട് വന്നോളൂ. അപ്പോൾ ഒന്നിവിടെ മാറ്റിയെടുക്കുന്നുണ്ട്. കണ്ടില്ല? നമ്മൾ ആദ്യം റെഡിയാക്കി കൊടുത്ത ആ ഒരു അപ്പം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് നമ്മുടെ ഈ ഒരു മാറ്റി കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതേപോലെ തവി മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചെടുക്കണ്ട കേട്ടോ. നമുക്കിത് പൊന്തി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറും. ഇതേപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ? നമ്മുടെ ആ ഒരു കയ്യിലിൻ്റെ മീതൊക്കെ തന്നെ അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് തന്നെ ചാടി വന്നോളൂ. ഇതേപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി വന്നോളൂ. നമ്മൾ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ ആദ്യം ചെയ്തെടുത്തതൊക്കെ റെഡിയായി വരും. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. കണ്ടല്ലോ?
അപ്പോൾ ഇതാ നമ്മളിവിടെ വൈകിട്ടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചൂടായിട്ടുള്ള അടിപൊളി സ്നാക്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല കിടിലം മഴ കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് ഒരു ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള സ്നാക്കുകളൊക്കെ ഈ സന്ദർഭത്തിൽ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക കേട്ടോ. വളരെ സിമ്പിളല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരൈറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.